തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ CPM വ്യാപകമായ ക്രമക്കേടും വോട്ട് തട്ടിപ്പും കള്ളവോട്ടും നടത്തുന്നുവെന്ന് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ. കഴിഞ്ഞ 45 വർഷമായി CPM തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം നിലനിർത്തുന്നത് വ്യാപകമായ വോട്ടിംഗ് ക്രമക്കേടിലൂടെയാണെന്നും ആരോപണം. ഇതിനായി സംസ്ഥാന ഇന്റലിജൻസും കൂട്ടുനിൽക്കുമെന്ന് കരമന ജയൻ ആരോപിച്ചു. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ CPM വ്യാപകമായിട്ടുള്ള ക്രമക്കേടും കള്ളവോട്ടും വോട്ട് തട്ടിപ്പും നടത്തി 45 വർഷക്കാലമായി ഭരിക്കുന്ന അവരെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നു, സജ്ജീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ള തെളിവുകൾ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്ക്രിയത്വം, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതാണ് തെളിവാക്കുന്ന പല രേഖകളും പുറത്തു വന്നിട്ടുള്ളത്. SEC ID നമ്പർ മൾട്ടിപ്പിളായി തന്നെ ഒരു വോട്ടർക്ക് പലയിടത്തായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇപ്പോൾ പല ഉദാഹരണങ്ങളും നമുക്ക് എടുത്ത് കാണിക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ വാർഡുകളിലും CPM ആസൂത്രിതമായിട്ട് ഇത് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് വഞ്ചൂര് വാർഡാണ്. നമുക്കറിയാം, വഞ്ചൂര് വാർഡിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഇതുവരെ ഗുണ്ടായിസം മാത്രം കാണിച്ച് ഇലക്ഷനിൽ വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വഞ്ചൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീ ബാബു, അദ്ദേഹം ശങ്കരൻകുട്ടി നായർ എന്ന പുതിയ പേരും അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണനെ മർദ്ദിച്ചതടക്കമുള്ള നിരവധി സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും മാധ്യമലോകങ്ങൾക്കും എല്ലാം അറിയാവുന്നതാണ്. ഇത് വഞ്ചൂർ ഒരു അട്ടിമറി വിജയം നേടുക, ശരിക്കും ധാർമ്മികമായിട്ടുള്ള ഒരു വിജയം നേടാതെ അധാർമികതയോടെ ഒരു വിജയം നേടുക എന്നുള്ളത് 2015 ശ്രീ അശോക് കുമാറിനെ തോൽപ്പിച്ചത് ഒരു വോട്ടിനാണ്. അതും ഇതുപോലുള്ള ക്രമക്കേടുകൾ വ്യാപകമായി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിച്ചത്. 2020 അദ്ദേഹത്തിൻ്റെ മകൾ ജയിച്ചതും 223 വോട്ടിനാണ്. അതും ഇതുപോലെ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടത്തിയിട്ടുള്ളതാണെന്നുള്ള പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, സംസ്ഥാന ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതൽ ഇത് കൂട്ടുനിന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻ്റലിജൻസ് മേധാവിയായിട്ടുള്ള ശ്രീ P. വിജയൻ്റെ സഹധർമ്മിണി ബീന മഹാദേവൻ്റെ കുടുംബ വീട്ടിലുണ്ടായിട്ടുള്ള ക്രമക്കേട്. ഇപ്പോൾ ബീന മഹാദേവൻ IAS താമസിക്കുന്നത് കൊച്ചിയിലാണ്. അവരുടെ വീട്ടിൻ്റെ TC 82/496 ഇതേ TC നമ്പറിൽ വീട്ടുപേർ മാത്രം മാറ്റി 6 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഈ 6 വോട്ടിൽ ഏറ്റവും വലിയ സവിശേഷത, ഈ ശങ്കരൻകുട്ടി നായർ, അതായത് ബാബുവിൻ്റെ LDF സ്ഥാനാർത്ഥി ബാബുവിൻ്റെ PA ആയിട്ടുള്ള അജിത് പ്രസാദിൻ്റെ മകൾ ഈ വോട്ടിൽ ക്രമക്കേട് നടത്തി വോട്ടിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബാബുവിൻ്റെ PA അജിത് പ്രസാദ്, അതേ മകൾക്ക് കുന്നുകുഴിയിലും വോട്ടുണ്ട്. മറ്റ് 5 വോട്ടുകളും ഇതുപോലുണ്ട്. ഇതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത് ഗജ്ജൂരിലെ സ്ഥാനാർത്ഥി ബാബുവിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പൗർണമി എന്ന വീട്ടിൽ 5 വോട്ടാണ് അനധികൃതമായി ചേർത്തിട്ടുള്ളത്. ആ വീട്ടിൽ വിവേക് പത്മനാഭൻ തമ്പി എന്ന ഒരാൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. വിവേക് പത്മനാഭൻ തമ്പി ഇതിൽ 5 വോട്ട് അല്ലാതെ ചേർത്തിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിലുള്ളത് വിവേക് പത്മനാഭൻ തമ്പി എന്നുള്ള വോട്ട് മാത്രമാണ് അവിടെ ഉള്ളത്. ബാബുവിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ്. അതോടൊപ്പം കഴിഞ്ഞ തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജയലക്ഷ്മിയുടെ, അത് നമ്മുടെ ഈ മീഡിയ കോർ കൺവീനറുടെ പ്രേംകുമാറിൻ്റെ സഹധർമ്മിണിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2020 അനധികൃതമായ 2 വോട്ട് വന്നു ചേർന്നു. അത് ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം വീണ്ടും ഡിലീറ്റ് ചെയ്ത് സെപ്റ്റംബർ 2-ാം തീയതി ഡിലീറ്റ് ചെയ്തു. സെപ്റ്റംബർ 2-ാം തീയതി ഡിലീറ്റ് ചെയ്ത് വന്നു. പക്ഷേ ഒക്ടോബർ 25-ന്
ഇറങ്ങിയ വോട്ടർ ലിസ്റ്റിൽ മുഹമ്മദ് റിയാസ് എന്ന വോട്ട് വീണ്ടും വന്നിരിക്കുന്നു. ഇത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തു, ഡിലീറ്റ് ചെയ്ത് വന്നു. ഒക്ടോബർ 25 വീണ്ടും മുഹമ്മദ് റിയാസ് എന്ന വോട്ട് അദ്ദേഹം ഒരു വോട്ടർ വീണ്ടും അത് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഭീഷണിപ്പെടുത്തി 20ഓളം പേരെയാണ് വഞ്ചൂര് ചേർത്തിട്ടുള്ളത്. അത് ഭീഷണി എന്ന് പറഞ്ഞാൽ ജോലി കിട്ടില്ല എന്ന് വനിതകളടക്കമുള്ള വളരെ രീതിയിലുള്ള ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത്. അത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അവരുടെ യൂണിഫോമിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് പല സ്ഥലങ്ങളിലും പല വാർഡുകളിലായിട്ട് വോട്ടുള്ളവരെ 20 പേരെ തിരഞ്ഞെടുത്ത് ഇവർ ഈ യൂണിഫോമിലാണ് അവരെ ഈ ID ഫോട്ടോയിൽ അതിലുള്ളത്. ഇത് 5ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം. ഇനി 5 ഡിവൈഎഫ്ഐയുടെ നേതാവ്, വഞ്ചൂരിലെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള മകേഷ്, ഇയാളുടെ വീട്ടിൽ 18 പേരുകളിലാണ് വന്നിട്ടുള്ളത്. 18. BJP കഴിഞ്ഞ വർഷം പരാതി കൊടുത്തപ്പോൾ ഈ 18 പേരെ ഡിലീറ്റ് ചെയ്യണമെന്ന് പരാതി കൊടുത്തപ്പോൾ ഇപ്പോൾ അവസാനം ഇറങ്ങിയ വോട്ടർ ലിസ്റ്റിൽ 18 എന്നുള്ളത് 20ആയി വർദ്ധിച്ച് അനധികൃതമായിട്ട് ഇത് വന്നിട്ടുണ്ട്. അതിതാണ് 18 പേരുടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 20 പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ 18 പേരെ ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ നമ്മൾ BJPയുടെ ജില്ലാ കമ്മിറ്റി അന്ന് നിവേദനം കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ടതിന് പകരം 18 പകരം 20 പേരെ വഞ്ചൂർ വാർഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ശ്രീകണ്ഠേശ്വരത്ത് വാർഡിലുള്ള CPMന്റെ DYFയുടെ നേതാവായിട്ടുള്ള രഞ്ജിത്ത് ശ്രീകണ്ഠേശ്വരത്ത് വോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ വച്ചുകൊണ്ട് ശ്രീകണ്ഠേശ്വരത്ത് വോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വഞ്ചൂർ വാർഡിലും രഞ്ജിത്തിൻ്റെ വോട്ട് ഇപ്പോഴത്തെ ഫോട്ടോ വെച്ച് പുതിയ വന്നിട്ടുണ്ട്. വഞ്ചൂർ വാർഡിൽ തന്നെ വിഷ്ണു N DYFയുടെ പ്രവർത്തകൻ, അദ്ദേഹത്തിനും വഞ്ചൂർ വോട്ടുണ്ട്. ചാലയിലും 9ാം ഭാഗത്ത് വോട്ടുണ്ട്. ഇതുപോലെ നിരവധി ക്രമക്കേട് നഗരസഭയിൽ മുഴുവനുണ്ട്. പക്ഷേ വ്യാപകമായ രീതിയിൽ വഞ്ചൂർ വാർഡിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്ന ഇത്തരം CPMന്റെ കിരാതപരമായിട്ടുള്ള ഈ നടപടിയിൽ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുകയാണ്. ഇത് CPM കഴിഞ്ഞ 45 വർഷക്കാലമായി തിരുവനന്തപുരം നഗരം കൈയടക്കി വച്ചുകൊണ്ട് മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും അഴിമതി മാത്രം നടത്തി തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനെ അപ്പാടെ തകർക്കുന്ന CPMന്റെ ഭരണം മാറണമെന്ന് തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹം ചിന്തിക്കുമ്പോൾ, പക്ഷേ ആ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്തുകൊണ്ട് ഭരണം നിലനിർത്താൻ CPM ഏതറ്റം വരെയും പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വഞ്ചൂർ വാർഡിലെ BJP ജയിക്കുമെന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് വളരെ അഹങ്കാരത്തോടുകൂടി ആണ് ഇത്തരം കാര്യങ്ങൾ. അത് സ്ഥാനാർത്ഥി തന്നെ വഞ്ചൂർ ബാബു തന്നെ നേരിട്ട് വന്ന് ഗുണ്ടായുസം കാണിക്കുന്നത്. ഒരു ജനപ്രതിനിധി ആയിരുന്ന ആള് നേരത്തെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ് സിറ്റിംഗ് സീറ്റ്. ഇതെല്ലാം നേടിയത് എങ്ങനെയാണെന്ന് തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹത്തിനറിയാം. 800ഓളം വോട്ട്, അതായത് 7000-ൽ പരം വോട്ടുള്ളിടത്ത് 10% കള്ള വോട്ട് ചേർത്തുകൊണ്ടും വോട്ട് തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് ഇവർ ഈ ഇലക്ഷനെ ജയിക്കുവാനുള്ള ഒരു സജ്ജീകരിച്ച് നിൽക്കുന്നത്. പക്ഷെ അത് ഇവിടുത്തെ വഞ്ചൂർ വാർഡിലെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം ക്രമക്കേടുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ, അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാനത്തിൻ്റെ ഇന്റലിജൻസ് വകുപ്പിൻ്റെ മേധാവിയായിട്ടുള്ള P. വിജയൻ്റെ സഹധർമ്മിണിയുടെ കുടുംബ തറവാട്ടിലെ വീട്ടിൽ ഇത്രയധികം വോട്ടുകൾ വന്നു ചേർന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ചില്ല? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കേണ്ടതല്ലേ? അപ്പോൾ ഒന്നിനും ഇന്റലിജൻസിൻ്റെ അവരുടെ ഏറ്റവും വലിയ പരാജയം അതല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ കേരളത്തിലെ മുഴുവൻ ഭരണ സംവിധാനങ്ങളും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വഞ്ചൂർ വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഇത്തരം ക്രമക്കേട് നടക്കുന്നു, ഗുണ്ടായിസ് നടക്കുന്നു. അതുകൊണ്ട് അത് പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ക്യാമറ വെക്കണമെന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കാട്ടായിക്കുണം UPS UPSൽ
4 ഭാഗമുണ്ട്, 4 ബൂത്തുണ്ട്. ആ 4 ബൂത്തിലും ക്യാമറ വെക്കണം, അവിടെ പ്രശ്നബാധിതമായി പ്രദേശമായി കണക്കാക്കണം എന്നതാണ്. അതിലെ കാട്ടായിക്കണം YMA അവിടെയുള്ള ബൂത്തിലും പ്രശ്നബാധിത പ്രദേശമായി കണക്കാക്കി ക്യാമറ വയ്ക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പല ഭാഗത്തുമുണ്ട്, ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ട് പോലും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. BJPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിരവധി പരാതികളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 4-5 മാസം കൊണ്ട് കൊടുക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ ശ്രീ കുമ്മനം രാജശേഖരനെപ്പോലുള്ള സീനിയർ നേതാക്കന്മാർ ഞങ്ങൾ സന്ദർശിച്ച് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്തിട്ട് പോലും ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നടപടിയിലെയും ഇലക്ഷൻ കമ്മീഷൻ പോയിട്ടില്ല. ഇതിനർത്ഥം കേരളത്തിലെ ഭരണ സംവിധാനം മുഴുവൻ, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭാ ഭരണം നിലനിർത്താനുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.